നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനോഹരേട്ട, എന്ത് പറ്റി മനോഹരേട്ട? പയ്യെ നമുക്ക് ആശുപത്രി പോവാം. മനോഹരേട്ട, രാവിലെ ഗുളികയൊന്നും കഴിച്ചില്ലേ? രാവിലെ ഞാൻ ഗുളിക കൊടുത്തതാണല്ലോ ഈശ്വര. മനോഹരേട്ട, എന്താ പറ്റിയത്? വെള്ളം കൊണ്ടുവാ. എന്താടാ മനോഹര? വെള്ളം എടുത്തോണ്ട് വാടി. എന്താടാ? എടാ, ആ ഭ്രാന്തി നിന്നെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോയത്? എന്നതായിരുന്നു കാര്യം? അതോ അവള് വല്ല പുതിയ പോലീസ് കേസും ഉണ്ടാക്കിയോ? എന്താ കാര്യമെന്ന് പറയടാ. എന്താടാ? നിത്യോടെ ശരത്തിന്റെ കൂടെ പുറത്തോട്ട് പോയി. എവിടേക്ക് അറിയില്ല മനോഹരേട്ട. നീ അറിയണോടി? നീ അവിടെ അമ്മയാ. നിനക്കെന്താടാ, ഭ്രാന്ത് പിടിച്ചോ? നിത്യ അവളെ കല്യാണം കഴിക്കുന്നവന്റെ കൂടെ അല്ലേ പോയത്? അതിന് നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന എന്തിനാ? അമ്മ മിണ്ടരുത്. ഓ ദേവിക പൂതം, ഇവന്റെ ചെവിക്കത്ത് എന്താണ്ട് ഓതി കൊടുത്തുന്നാ തോന്നുന്നേ. പാർവതിയെ, നിനക്കെതിരെയും എന്തൊക്കെയോ പറഞ്ഞു തിരിച്ചിട്ടുണ്ട് അവള്. അമ്മേ, എനിക്ക് കുറച്ച് മനസ്സമാധാനം താ. ഞാനിവിടെ നീറിപ്പോഞ്ഞ് നിൽക്കുക. ഓ, അമ്മയാണല്ലേ മനസ്സമാധാനക്കേട്. ദേ, നമ്മൾ ഒന്നിനും ഇല്ലേ. മനോഹരേട്ട, എന്തിനാ ശരത്തിന്റെ മുറിയിലേക്ക് വന്നത്? ശരത്തിന്റെ മുറി? ഈ വീട്ടിലെ എല്ലാ മുറി എന്റെയാ. പുറത്തുനിന്ന് വന്നവരെ വാടകക്കാരാ. മനോഹരേട്ട, എന്താ സംഭവം ഒന്ന് പറയേ. സംഭവം? ഈ വീട്ടിലെന്നും ഓരോരോ സംഭവങ്ങളാണല്ലോ. സംഭവബഹുലമായ കുടുംബം. എന്താ മനോഹരേട്ട, ശരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എവിടേക്കാ ദേവികയുടെ കൂടെ മനോഹരേട്ടൻ പോയത്? ദൈവത്തെ ഓർത്തൊന്ന് പറ. അറിയാൻ പാർവതി, ഇത് ക്ഷമിക്കേ. ഇനി പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ, ചോദിക്കേണ്ടത് ചോദിച്ചില്ലെങ്കിൽ, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും നമ്മൾ. തൽക്കാലം നീ അത്ര അറിഞ്ഞാൽ മതി. ആ നിത്യ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നേരത്തെ വരണം. ആര്? നിന്റെ ശരത്തേട്ടൻ കൂടെ ഉണ്ടോ? എനിക്ക് ആളെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ആ, നേരെ വന്നോ. ആ ശരി. അതാണ് സിന്ദഗി. ഓ, സിന്ദഗി. സിന്ദഗി എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഈ കുട്ടിക്കറിയാവോ? ആ, എന്താ അർത്ഥം? ലൈഫ്, ജീവിതം. ആ, അവൾ ആരുടെയെങ്കിലും ജീവിതം ആയിക്കോളും. എന്തായാലും അവൾക്ക് പോലും അറിയാത്ത അർത്ഥം ശരത്തേട്ടൻ പറഞ്ഞു തന്നതിന് നന്ദി. അർത്ഥം അറിയാമായിരിക്കും, അതറിയാൻ വയ്യാത്ത ചില അപൂർവ മണ്ടികൾ ഒരാളാ നീ. ശരത്തേട്ടാ, ഒരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അവളുടെ മുന്നിൽ ആളവനായിട്ട് വെറുതെ എന്നെ കളിയാക്കല്ലേ. ഇല്ലടി,
ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോയേക്കാം. നീ നിന്റെ കൂട്ടുകാരായിട്ടിരുന്ന് സല്ലപിച്ചു. ഷേ അത് വേണ്ട. ശരത്തേണ്ണൻ കൊണ്ടേ വരുന്നെന്ന് ഞാൻ അവളോട് പറഞ്ഞതല്ലേ ഉള്ളൂ. വാ, ശരത്തേണ്ണനെ പരിചയപ്പെടുത്തുന്നത് അഭിമാനമല്ലേ? വാ. ഹലോ ശരത്തേട്ട, ഇതാണ് സിന്ദഗി. ജീവിതം. വാ ഇരിക്ക്. ദേ, ശരത്തേട്ടനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. എത്രയോ തവണ പറഞ്ഞു. വേണ്ട വേണ്ട, ഇങ്ങനെ ഒരു ലവറിനെ കുറിച്ച് വാ തോരാതെ പറയുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇന്നത്തേക്ക് നിങ്ങളുടെ കല്യാണം സേവ് ദ ഡേറ്റ് എല്ലാം എനിക്ക് അടിച്ചു പൊളിക്കണം. പറയ് ശരത്തേട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ ആ വില്ലയുടെ പണിയൊന്ന് തീർത്തോട്ടെ. കല്യാണവും പാലുകാച്ചലും ഒരേപോലെ നടത്തണം. കാരണം എവള് വലുതാല് വെച്ച് കയറേണ്ടത് നമ്മുടെ പുതിയ വീട്ടിലേക്കാവണമെന്ന് ആഗ്രഹം. ദാറ്റ്സ് നൈസ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് ഇന്നത്തെ കാലത്ത് കുറവാ. സിന്ധികയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ എന്റെ ബ്രദർ. അമ്മ എന്റെ ജനനത്തോടെ മരണപ്പെട്ടതാ. ഐ എം സോറി. അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു മരവിപ്പാ മനസ്സിന്. അമ്മയുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. നിത്യക്കൊക്കെ അച്ഛനും അമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാതെ പോയ സ്നേഹത്തിന്റെ അളവ് എനിക്കറിയത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനും ഏതാണ്ട് അതേ അവസ്ഥ വന്ന ആളാ. ശരിക്കും പറഞ്ഞ നമ്മൾ തുല്യ ദുഃഖിതരാണെന്ന് പറയാം. അപ്പോ ശരത്തേട്ടന്റെ അമ്മയും അച്ഛനും? അതൊരു വലിയ കഥയാണ്. ഒറ്റയ്ക്ക് പൊരുതി വന്നവനാ ഞാൻ. അല്ലെങ്കിൽ ഇപ്പോഴും ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുന്ന ആള്. പക്ഷേ എനിക്കിപ്പോ ഒരച്ഛനുണ്ട്, അമ്മയുണ്ട്, നിത്യയുടെ അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നേ അവർക്ക് നിത്യയുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ എന്നോടാണെന്ന്. പിന്നെ നല്ലൊരു മുത്തശ്ശി, നിത്യയെ പോലെ നല്ലൊരു പെൺകുട്ടി നാളെ എന്റെ ഭാര്യയാൻ പോവല്ലേ. പെൺകുട്ടികളോട് ഇങ്ങനെ ബഹുമാനത്തോടെയും കരുതലോടെയും സംസാരിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ബഹുമാനോ. ഞങ്ങളിടയ്ക്ക് വഴക്കൊക്കെ കൂടാറുണ്ട് കേട്ടോ. ചുമ്മാ സ്നേഹം കൊണ്ടുള്ള ഓരോ കുറുമ്പുകൾ, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഏയ് വേണ്ട വേണ്ട, നമുക്ക് ഒന്നിച്ചോരോ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോവാം. ഒന്നിച്ച് പിരിയാം. ഇന്നിപ്പോ നിത്യ അവളുടെ ശരത്തേട്ടനെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നല്ലേ. എന്തായാലും ശരത്തേട്ടനെ പോലെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതില് സന്തോഷം.